ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 10. സഹ യജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യത്വം ഏഷവോസ്തിഷ്ഠ കാമധുക്. വിവർത്തനം. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെയും ഉത്പാദിപ്പിച്ച ശേഷം അവരെ ഇങ്ങനെ ആശീർവദിച്ചു: ഈ യജ്ഞത്തെക്കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവുക. മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഭാവാർത്ഥം: ബദ്ധരായ ജീവാത്മാക്കൾക്ക് ഈശ്വരധാമത്തിൽ തിരിച്ചെത്താൻ ഒരവസരം നൽകുകയാണ് ഭൗതിക സർഗത്തിലൂടെ സ്രഷ്ടാവ് വിഷ്ണു ചെയ്തത്. ഭഗവാൻ വിഷ്ണുവും കൃഷ്ണനുമായുള്ള ബന്ധം വിസ്മരിച്ചു പോയതുകൊണ്ട് ഭൗതിക പരിമിതികളിൽപ്പെട്ടവരാണ് ബദ്ധരായ ഈ പ്രപഞ്ചത്തിലെ ജീവാത്മാക്കളെല്ലാം. വൈദിക സിദ്ധാന്തങ്ങൾ ഈ സനാതന ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഭഗവത്ഗീത ഉപദേശിക്കുന്നത് പോലെ വേദൈശ്ച സർവൈർ അഹമേവ വേദ്യ. ഭഗവാനെ അറിയലാണ് വേദങ്ങളുടെ ഉദ്ദേശം. പദം വിശ്വസ്യാത്മേശ്വരം എന്ന വേദസൂക്തം. ജീവജാലങ്ങളുടെ നാഥൻ വിഷ്ണു ഭഗവാൻ തന്നെ. ഭാഗവതത്തിൽ 2:4-20 ശ്രീല ശുകദേവ ഗോസ്വാമിയും ഭഗവാനെ പതി എന്നാണ് വിവരിക്കുന്നത്. ശ്രീയ പതിർ യജ്ഞപതി പ്രജാപതിർ ധിയാം പതിർ ലോകപതിർ ധരാപതി പതിർ ഗതിച്ഛാന്തക വൃഷ്ണി സാത്വതാം പ്രസീദതാം നേ ഭഗവാൻ സതാം പതി. ഭഗവാൻ വിഷ്ണുവാണ് പ്രജാപതി. സർവ ജീവജാലങ്ങളുടെയും സകല ലോകങ്ങളുടെയും സർവ സൗന്ദര്യങ്ങളുടെയും നാഥനും സർവരക്ഷകനും അദ്ദേഹമത്രേ. വിഷ്ണു പ്രീതിക്കു വേണ്ടി യജ്ഞങ്ങൾ ചെയ്യേണ്ടതെങ്ങനെയെന്ന് ബദ്ധരായ ജീവാത്മാക്കളെ പഠിപ്പിക്കാനായി ഭഗവാൻ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ചു. അങ്ങനെ യജ്ഞാനുഷ്ഠാനം കൊണ്ട് അവർക്ക് ഈ ലോകത്തിലുള്ള കാലത്തോളം ഉത്കണ്ഠ കൂടാതെ സുഖമായി ജീവിക്കാനും ശരീരം നശിച്ച ശേഷം ദൈവ സാമ്രാജ്യത്തിൽ എത്തിച്ചേരാനും കഴിയും. ഇതാണ് ബദ്ധരായ ജീവാത്മാക്കൾക്കു വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതി. യജ്ഞാനുഷ്ഠാനത്താൽ ബദ്ധരായ ഈ ആത്മാക്കൾ ക്രമേണ കൃഷ്ണാവബോധം ആർജിക്കുന്നു. എല്ലാ വിധത്തിലും ദിവ്യതയുള്ളവരായിത്തീരുന്നു. ഈ കലിയുഗത്തിൽ സങ്കീർത്തന യജ്ഞം അഥവാ ദൈവനാമോച്ചാരണമാണ് വേദോപദിഷ്ടമായിട്ടുള്ളത്. ഈ യുഗത്തിലെ ജനകോടികളുടെ മോചനത്തിനു വേണ്ടി ഈ ദിവ്യമായ പദ്ധതി ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു ആവിഷ്കരിക്കുകയും ചെയ്തു. സങ്കീർത്തന യജ്ഞവും കൃഷ്ണാവബോധവും ഒത്തുപോകുന്നതാണ്. ഭക്തിയുടെ മൂർത്തിമത് ഭാവമായ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അഥവാ കൃഷ്ണനെ കുറിച്ച് ഭാഗവതത്തിൽ സങ്കീർത്തന യജ്ഞത്തെപ്പറ്റിയുള്ള വിശേഷ സൂചനകളോടെ പരാമർശിക്കുന്നുണ്ട്. കൃഷ്ണവർണം തുഷാകൃഷ്ണം സാങ്കോപാംഗാസ്ത്ര പാർഷദം യജ്ഞൈഃ സങ്കീർത്തന പ്രായേർ യജന്തി ഹി സുമേധസഃ. കലിയുഗത്തിൽ സുമേധസ ബുദ്ധിയുള്ള ജനങ്ങൾ സഹചാരി സമേതനായ ഭഗവാനെ സങ്കീർത്തന യജ്ഞത്താൽ ആരാധിക്കുന്നു. വൈദിക സാഹിത്യത്തിൽ വിവരിക്കുന്ന മറ്റു യജ്ഞങ്ങളുടെ അനുഷ്ഠാനം കലികാലത്ത് എളുപ്പമുള്ളതല്ല. എന്നാൽ സങ്കീർത്തന യജ്ഞം ഭഗവത്ഗീതയിൽ 9:14 പറഞ്ഞിരിക്കുന്നത് പോലെ ലളിതവും എന്തുകൊണ്ടും ഉദാത്തവുമാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.